ക്യാഷ്ലെസ് മണി ട്രാൻസ്ഫർ ആൻഡ് എക്കോണമി. അതായത് നമ്മൾ പൈസ കയ്യിൽ കൈകാര്യം ചെയ്യാതെ, ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നോട്ടുകൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കുകയും അതുപോലെ വിനിമയം ചെയ്യുന്ന ആ രീതി മാറിയിട്ട് ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്നു, അതുപോലെ എല്ലാ കാര്യങ്ങളും ഓൺലി ബാങ്ക് ട്രാൻസ്ഫറിങ്, ബാങ്ക് വഴിയല്ല നമ്മുടെ മണികളെല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബാങ്ക് അറിയുന്നു. ഒരു ബൾബ് മേടിക്കുന്നു, ബാങ്ക് അറിയുന്നു. 1/2 കിലോ മീൻ മേടിക്കുന്നു, ബാങ്ക് അറിയുന്നു. 100 മുളക് മേടിക്കുന്നു, ബാങ്ക് അറിയുന്നു. ഇത് മുതൽ ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന എല്ലാ കാര്യങ്ങളും ബാങ്ക് അറിയാതെ, ഗവൺമെൻറ് അറിയാതെ ഒരു വിനിമയവും നടക്കുന്നില്ല. നോട്ടാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 10 ലക്ഷം രൂപയുണ്ട്, ബാങ്ക് അറിയാത്ത പൈസയാണ്, ഗവൺമെൻറ് അറിയാത്ത പൈസയാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലം വിറ്റു, 10 സെൻറ്റ് സ്ഥലം നമ്മൾ വിറ്റു, അതിന് ഗവൺമെൻറ് ഒരു വില ഇട്ടിട്ടുണ്ടാവും. ആ ഗവൺമെൻറ് വിലയിട്ട വില 1 ലക്ഷം രൂപയാണ് ഒരു സെൻറ്റിന് വിചാരിക്കും. 10 സെൻറ്റ് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10 ലക്ഷം രൂപ. അതിൻ്റെ ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ അത് ഗവൺമെൻറ് അറിയുന്നു. അതിൻ്റെ മൂല്യം ഉള്ള പേപ്പറുകൾ വാങ്ങിച്ച് നമ്മളത് ആധാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇടപാടുകൾ നടത്തുന്നു. 10 ലക്ഷം രൂപയാണ് ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് അറിഞ്ഞത്. പക്ഷേ ശരിക്കും നമ്മൾ വിറ്റിരിക്കുന്നത് 30 ലക്ഷം രൂപയ്ക്കാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്ന മൂല്യം ഇട്ടിരിക്കുന്ന 1 ലക്ഷം രൂപ വിറ്റത് നമ്മൾ സെൻറ്റിന് 3 ലക്ഷം രൂപയ്ക്കാണ്. അപ്പോൾ 20 ലക്ഷം രൂപ ഗവൺമെൻറ് അറിയാതെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ പല സാധനങ്ങൾ വാങ്ങിക്കുന്നു, അത് ഗവൺമെൻറ് അറിയുന്നില്ല. ഗവൺമെൻറ് എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് ഈ രാജ്യം ഭരിക്കുന്നത്. അവർ രാജ്യത്ത് ഓരോ നിയമങ്ങൾ നടപ്പാക്കും. അപ്പോൾ ഇങ്ങനെ നടപ്പാക്കുമ്പോൾ അത് ജനങ്ങൾക്ക് ദോഷം ഉണ്ടാവും. അപ്പം നോട്ട് നിരോധനം വന്നിട്ട് ഒരുപാട് ദോഷങ്ങൾ ജനങ്ങൾക്കുണ്ടായിരുന്നു. കാരണം കള്ളപ്പണം ഒരുപാട് ഈ രാജ്യത്തുണ്ട്. അപ്പോൾ ആ കള്ളപ്പണങ്ങളൊക്കെ എല്ലാ നോട്ടും നിരോധിച്ച് ചെയ്യുമ്പോൾ ആ കറക്റ്റ് ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 10,000 കോടി രൂപയുടെ നോട്ടാണ് ഇവിടെ ഉള്ളത്. നമ്മളെല്ലാം തിരിച്ചേൽപ്പിക്കണം ഗവൺമെൻറ്റിലേക്ക്. തിരിച്ചേൽപ്പിച്ചിട്ട് പിന്നെ കൂടുതൽ ആളുകളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കള്ളപ്പണമാണ് എന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നോട്ട് നിരോധനം നടത്തിയത്. സാധാരണ നോട്ട് നിരോധനം ഇത് നടത്തിയത് രാത്രി 12 മണിക്ക് ആണ് നമ്മുടെ അടുത്ത് പറയുന്നത്. രാത്രി 12 മണിക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങാണ് ഭൂരിപക്ഷം ആൾക്കാരും, ഇന്ത്യക്കാർ. ആ സമയത്താണ് നോട്ട് നിരോധനം കൊണ്ടുവരുന്നത്. അപ്പോൾ ആളുകളുടെ പൈസകളൊന്നും ആർക്കും മാറ്റാനൊന്നും പറ്റിയിട്ടില്ല. കറക്റ്റായിട്ട് എല്ലാവരും ബാങ്ക് വഴി മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പൈസകൾ കൂടുതൽ വരുന്ന പൈസ കള്ളപ്പണമായിട്ട് മാറ്റും എന്നുള്ളതാണ് ഗവൺമെൻറ് അന്ന് തീരുമാനിച്ചത്. അത് എത്രത്തോളം വിജയപ്രദമായി എന്നൊക്കെ നിങ്ങൾക്കറിയാം. ഇവിടെ ക്യാഷ്ലെസ് വരുമ്പോഴും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരും. ഒരാൾ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാളുടെ 10,000 രൂപ ബ്ലോക്ക് ചെയ്തേക്കാണ്, ബാൻ ചെയ്തേക്കാണ്. അപ്പോൾ അതിനെപ്പറ്റി അതെന്താണെന്ന് വെച്ചപ്പോൾ ബാങ്കിൽ അന്വേഷിച്ചു. ആ ബാങ്കുകാർ പറഞ്ഞു, നിങ്ങളുടെ ആ പൈസ ബാൻ ചെയ്തിരിക്കുന്നത് കർണാടക ഗവൺമെൻറ്റാണ്. അതിനെപ്പറ്റി വിശദമായിട്ടൊന്നും അവിടെ അന്വേഷിച്ച് കഴിഞ്ഞ് പറയുന്നത് അയാളുടെ അക്കൗണ്ടിലേക്ക് വേറൊരാൾ പൈസ ഇട്ടു. ആ പൈസ ഇട്ട ആളുടെ അക്കൗണ്ടിലേക്ക് വേറെ എന്തോ ഫ്രോഡായിട്ടുള്ള ഒരാൾ, എന്തോ പ്രശ്നമുള്ള ഒരാൾ പൈസ ഇട്ടു. അപ്പോൾ അതുകൊണ്ട് ഈ പൈസ 10,000 രൂപ ഇയാളുടെ കയ്യിലേക്ക് ഇട്ടു. ഈ 10,000 രൂപ ഇയാളുടെ നിന്ന് അങ്ങോട്ട് വന്നപ്പോൾ ഈ ലാസ്റ്റ് വന്ന ആൾക്ക് പിടിച്ചു. അയാളുടെ കയ്യിൽ നിന്ന് പൈസ ബാൻ ചെയ്തിരിക്കുക. ഇതിനകത്ത് ന്യായം നീതിയും ഉണ്ടോ എന്ന് നമ്മളെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ ക്യാഷ്ലെസ് ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ ക്യാഷ്ലെസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ബാനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ ഒരു വലിയൊരു പ്രശ്നക്കാരനായിരുന്നു. മറ്റേ അയാൾ ഒരു നല്ലൊരു എമൗണ്ട് ഇതുപോലെ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്തു. മറ്റേ അറിയുന്നില്ല ഇയാൾ പ്രശ്നക്കാരനാണ്. ഇയാൾ മറ്റേ ആൾക്ക് കൊടുത്തു. അയാളുടെ ബാങ്കിൽ വന്നപ്പോൾ ഇയാളുടെ കയ്യിൽ ആകെ ഉള്ള പൈസ മൊത്തം ബാനിങ് ചെയ്ത് കഴിഞ്ഞാൽ
ഈ ക്യാഷ്ലെസ് ആണ് നമ്മുടെ വിനിമയം എന്ന് പറഞ്ഞെങ്കിൽ ഇയാളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ലല്ലോ, ഇയാളുടെ കയ്യിൽ 10 പൈസ ഉണ്ടാവില്ല. പിന്നെ ബാങ്ക് വഴിയാണ് എല്ലാ വിനിമയങ്ങളും നടക്കത്തുള്ളൂ ക്യാഷ്ലെസ് വന്നു കഴിഞ്ഞാൽ. അതായത് നോട്ട് ഇപ്പോൾ 500-ൻ്റെ നോട്ടും കൂടി നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുകളുടെ കയ്യിലുള്ളത് 200-ൻ്റെയും 100-ൻ്റെയാണ്. ഈ 100-ൻ്റെയും 200-ൻ്റെയൊക്കെ എത്ര കെട്ടുകൾ കൊണ്ടടക്കാൻ പറ്റും വലിയ വലിയ പൈസക്കാർക്ക്? അത് ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ ക്യാഷ് മൊത്തം നിരോധിക്കാൻ പോണു എന്ന് പറയുന്നു. നോട്ട് മൊത്തം നിരോധിച്ചിട്ട് ക്യാഷില്ല എല്ലാം. അപ്പോൾ പണ്ട് ഈ ഗൂഗിൾ പേയും ഇതൊക്കെ വരുന്ന സമയത്ത് വിമർശനം ഉണ്ടായിരുന്നു. അതായത് സാധാരണക്കാരായ ആൾക്കാരെന്ത് ചെയ്യും, പെട്ടിക്കടക്കാരെന്ത് ചെയ്യും, മീൻ കടക്കാരെന്ത് ചെയ്യും എന്നൊക്കെ അന്ന് ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പെട്ടിക്കടയിലും മാടക്കടയിലും ഏത് കടയിലും ഈ വണ്ടിയിൽ നമ്മുടെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുനടക്കുന്ന പഴവർഗ്ഗങ്ങളും അതുപോലെ പല സാധനങ്ങളും വിൽക്കുന്ന അവരുടെ കയ്യിലൊക്കെ ഇതുണ്ട്. അപ്പോൾ അതൊരു വിഷയമല്ല ഇപ്പോൾ. പക്ഷെ ക്യാഷ്ലെസ് വരുമ്പോൾ ഇങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് ഉണ്ടാവും. അതായത് എല്ലാം ബാങ്ക് ത്രൂ. അപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ 12 ലക്ഷമാണ് ഇപ്പോൾ ഒരു ആളുടെ ലിമിറ്റഡ് മണി, അതായത് ടാക്സ് കൊടുക്കാതെ 12 ലക്ഷം രൂപ വരെയും ഒരു വർഷം അയാൾക്ക് സമ്പാദിക്കാം. 12 ലക്ഷം രൂപയുടെ മുകളിൽ വന്ന് അയാൾക്ക് ടാക്സ് കൊടുക്കണം. പിന്നെ മുകളിലേക്ക് പോകും. അപ്പോൾ ഈ 12 ലക്ഷം രൂപയുടെ മുകളിൽ എത്ര വിനിമയം വന്നാലും അതിനൊക്കെ ടാക്സ് കൊടുക്കേണ്ടി വരും കറക്റ്റായിട്ട്. അതായത് എല്ലാവരെയും ഒരുവിധ ആൾക്കാരൊക്കെ 12 ലക്ഷം രൂപ വരുമാനമുള്ളതായിട്ട് കാണാൻ പറ്റും ക്യാഷ്ലെസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ കടക്കാരൊക്കെ ഒരുപാട് ടാക്സ് വെട്ടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി പല കമ്പനിക്കാർ ടാക്സ് വെട്ടിക്കുന്നുണ്ട്. അതായത് കണക്കി കാണിക്കാതെ. അപ്പോൾ ഒരു കടയിൽ 1 ലക്ഷം രൂപയുടെ ബിസിനസ് നടന്നു കഴിഞ്ഞാൽ അയാൾ കാണിക്കുന്നത് ചിലപ്പോൾ 15,000 രൂപയായിരിക്കും. അപ്പോൾ 15,000 രൂപയുടെ ടാക്സാണ് അവിടെ അയാൾ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. ബാക്കി 75,000 രൂപ ടാക്സ് അയാൾ കൊടുക്കുന്നില്ല. ഇപ്പോൾ ഈ ക്യാഷ്ലെസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പൈസയും വിനിമയം ചെയ്യുന്നത് ബാങ്ക് വഴിയാണല്ലോ. അപ്പോൾ എല്ലാത്തിനും അത് കറക്റ്റ് കണക്കിലേക്ക് വരും. കാരണം ക്യാഷ് അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലക്കച്ചവടത്തിൻ്റെ കേസ് നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ചുള്ള സ്ഥലത്തിൻ്റെ പൈസയ്ക്കാണ് അയാൾക്ക് ഈ സ്ഥലം വിൽക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടുതൽ മേടിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഗവൺമെൻറ് മൂല്യമിട്ടിരിക്കുന്നത് 1 ലക്ഷം രൂപയാണ്. ആ 1 ലക്ഷം രൂപയുടെ മുകളിൽ എങ്ങനെ വിൽക്കാൻ പറ്റും? വിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്ഥലമുള്ള ആളുകളൊക്കെ ഡൗൺ ആവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ അടിമ പോലെ ആയിപ്പോൾ. ഗവൺമെൻറ് എന്ത് ചെയ്തോ അതിനൊപ്പം നിൽക്കേണ്ടി വരും. ക്യാഷിലില്ല ആരെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരാളിപ്പോൾ ഒരു അനധികൃതമായിട്ട് എന്തെങ്കിലും ഒരു തൊഴിലിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ അയാളൊരു ഫ്രോഡായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു വിചാരിക്കുക, അയാളുടെ ബാങ്ക് അങ്ങോട്ട് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ പിന്നെ എന്ത് ചെയ്യും? ഇയാൾക്കല്ലേ പുറത്തേക്ക് പോകാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാങ്കിൽ ഇയാൾ ഗവൺമെൻറ്റിൻ്റെ അടിമ പോലെ നിൽക്കേണ്ടി വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇയാളുടെ ബാങ്ക് എല്ലാം ബ്ലോക്കാണ് ചെയ്യും. പിന്നെ ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പൈസ ഉണ്ടായാലേ ഇയാൾക്ക് പോകാൻ പറ്റുള്ളൂ. പൈസയിൽ ഒരു പണിയും നടക്കില്ല. ഇപ്പോൾ അയാൾ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ ഗൾഫിലേക്ക് പോകണം. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഇവിടെ കേസുണ്ടായി പെട്ടെന്ന് ഗൾഫിലേക്കൊക്കെ പോയ ആൾക്കാരുണ്ട്. ഇവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് എടുക്കണ്ടേ? ടിക്കറ്റ് എടുക്കാൻ പൈസ ബാങ്ക് വഴി പൈസ എടുക്കണം. പൈസ എടുത്തിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ. അല്ലെങ്കിൽ ബാങ്ക് വഴി വിനിമയം ചെയ്യണം. ബാങ്ക് കൊണ്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ബാൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇയാളുടെ ബാങ്ക് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇയാൾക്ക് പൈസ ഒരു രീതിയിലും ഒന്നും മേടിക്കാൻ പറ്റില്ല. അപ്പോൾ അയാളവിടെ കുടുങ്ങി. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം, നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ ബാങ്കിൽ നമ്മൾ ഒരു ATM കാർഡ് ഉപയോഗിക്കുന്നു. ഈ ATM കാർഡ് എത്ര തവണ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം? ആ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന രീതി മാത്രമല്ലല്ലോ, അയാൾ ഉപയോഗിക്കുന്ന ചറുപുറന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ശ്രദ്ധിക്കില്ല. മറ്റേ ക്രെഡിറ്റ് കാർഡ് വരെയും എത്ര രൂപയുടെ സാധനം ഉപയോഗിക്കുക, അതിനുശേഷം ഓവറായിട്ടുള്ള ടാക്സ് വരുന്നു. അതുപോലെ നമ്മുടെ പല കാര്യങ്ങളും പൈസ നമ്മുടെ ബാങ്കിൽ നിന്ന് ടാക്സായിട്ടും പല സർവീസുമായിട്ട് പിടിക്കുന്നുണ്ട്. ഇതൊന്നും ആരും അത്ര ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ആളുകൾക്ക് ഇതിനെപ്പറ്റി കൂടുതലൊരു ചിന്ത വരാത്തത്. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് എത്ര രൂപ നമ്മുടെ നഷ്ടപ്പെടുന്നുണ്ട് ബിസിനസ് ചെയ്യുന്ന ഒരാൾ എന്ന് അയാൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. ബാങ്കിൽ നിന്ന് തിരിച്ച് കാശ് ഇങ്ങനെ പിടിക്കുന്നുണ്ടാവും, അതൊന്നും ആരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ക്യാഷ്ലെസ് എന്ന് പറയുന്ന
ആ ഒരു രീതി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ യൂറോപ്പിലൊന്നും അവർ സമ്മതിക്കില്ല, ക്യാഷ്ലെസ് ആവാനായിട്ട് യൂറോപ്യന്മാർ സമ്മതിക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, അവരുടെ ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാണ്. ബാങ്കിൻ്റെയും അതുപോലെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ അണ്ടറിൽ നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുമ്പോൾ അയാൾ ഈ പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അവർ പറയും ക്യാഷ്ലെസ് 50% ആക്കി, 50% മറ്റേപ്പാടാക്കണം എന്നുള്ള രീതിയിലാണ് അവരുടെ രീതികളൊക്കെ. ഇപ്പോൾ ചില കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ, ഞാൻ ഒരു കടയിൽ വലിയൊരു ഹോൾസെയിൽ കടയിൽ പോയി സാധനം മേടിക്കാറുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അയാൾ റീറ്റെയിലുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ATM കാർഡിൻ്റെ അല്ല ATM കാർഡല്ല, നമ്മൾ ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടമല്ല. പുള്ളി പറയുമ്പോൾ ഈ ഗൂഗിൾ പേ ഒന്നും ഇപ്പം ഇല്ല, ഗൂഗിൾ പേ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും കിട്ടണമെന്നില്ല, അത് വലിയൊരു തട്ടിപ്പാന്നൊക്കെ പറഞ്ഞ് പുള്ളി എപ്പോഴും നിരുത്സാഹപ്പെടുത്തും. ആ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ബാങ്കിലേക്ക് ഇത്ര രൂപ കയറി ചെല്ലാണല്ലോ, അപ്പോൾ അതിനൊക്കെ ടാക്സ് കൊടുക്കേണ്ട ഒരു വിനിമയം നടന്നതായിട്ട് കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതൊരു വശം. ഇതിനകത്ത് നന്മയുണ്ട് തിന്മയുണ്ട്. ക്യാഷ്ലെസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് പറയുന്ന റൂൾ അനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായിട്ട് നിൽക്കേണ്ടി വരും. ഗവൺമെൻറ് എന്ത് ലീഗലി എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നോ അതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യങ്ങളും നടക്കില്ല. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഇവിടെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു MLA അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് നിൽക്കുന്ന ആൾ എത്ര രൂപയാണ് ചിലവാക്കുന്നത്? ഈ ചിലവാക്കുന്നതിന് വല്ല കണക്കുണ്ടോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് ഒരു MLA ആയിട്ട് മത്സരിക്കുന്ന ആൾക്ക് ഇത്ര രൂപയാണ് ചിലവാക്കാൻ പാടുള്ളൂ എന്ന്. അത്രയാണോ ചിലവാക്കുന്നത്? അല്ല, കോടിക്കണക്കിന് രൂപയിലേക്ക് വരുന്നുണ്ട്. കണക്കൂട്ടിക്കഴിഞ്ഞാൽ കോടിയിൽ മുകളിൽ വരുന്നുണ്ട്. അതിപ്പോൾ ഗവൺമെൻറ് ഈ ക്യാഷ്ലെസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവാക്കാൻ പറ്റില്ല. അയാൾക്ക് ചിലവാക്കേണ്ടത് ഇത്ര പാടുള്ളൂ, അത്ര കറക്റ്റായിട്ട് ചിലവാക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് ഒരു ഗുണമാണ്. അതുപോലെ തന്നെ ടാക്സ് എല്ലാവരുടെയും ഇപ്പോൾ നമ്മളിപ്പോൾ വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ മാനസികമായിട്ട് ഇഷ്ടം ഉണ്ടാവില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കണമല്ലോ. അപ്പം എല്ലാ ബിസിനസ്സും ഈ ടാക്സ് കൊടുത്ത് ചില ബിസിനസ്സിനൊക്കെ വളരെ തുച്ഛമായ ലാഭമുള്ളൂ. ഇപ്പോൾ ഈ പ്രൊഫഷൻ ഷോപ്പ് പലചരക്ക് കച്ചവടം എന്ന് പറയും, ആ പലചരക്ക് സാധനങ്ങളൊക്കെ പറഞ്ഞാൽ 8%, 10%, കുറേയൊക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 100 കിലോ പഞ്ചസാര മേടിച്ചു, ഇത് പല പ്രാവശ്യമായിട്ട് തൂക്കി കൊടുക്കുമ്പോൾ നഷ്ടം സംഭവിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ആ പെർസെൻറ്റേജ് കിട്ടുന്നത് എല്ലാം ഈ പറഞ്ഞ കാര്യം പലതും പാക്ക് ചെയ്യുമ്പോൾ തൂക്കി കൊടുക്കുമ്പോൾ നഷ്ടം സംഭവിക്കുന്നുണ്ട്. നിസാര പെർസെൻറ്റേജ് ലാഭമുള്ള പലർക്ക് കിടക്കുക. അതൊക്കെ ഈ പറഞ്ഞ മാതിരി ഇവർ എല്ലാ പൈസയും വിനിമയം കാണിച്ചിട്ട് അതിൻ്റെ ടാക്സ് കൊടുക്കുമ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് നയിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപാട് കടകൾക്ക് ഇത് മുന്നോട്ട് നയിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ തരണം ചെയ്ത് ലാഭം വിഹിതങ്ങളൊക്കെ കൂട്ടി കൊടുക്കണം അവർക്കൊക്കെ. പിന്നെ ക്യാഷ്ലെസ് വരുമ്പോൾ ഫുൾ ക്യാഷ്ലെസ് ആക്കി കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ അടിമകളെ പോലെ നിൽക്കേണ്ടി വരും ജനങ്ങൾ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ബാങ്ക് ആരുടെ ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും കക്കാൻ പോയി, അല്ലെങ്കിൽ ഒരു ടാക്സ് വെട്ടിപ്പെടുത്തി എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റി, അപ്പോൾ എന്തിലൊക്കെ സാധാരണ വൻ കുറ്റങ്ങളല്ലാതെ ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ എന്ന് വിചാരിച്ചാൽ ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ. അപ്പോൾ അങ്ങനെ ഒരു വലിയ വലിയ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ അറ്റാക്കിങ് നടക്കുന്നുണ്ട്, മതപരമായ കാര്യങ്ങൾ രാഷ്ട്രീയപരമായ അറ്റാക്കിങ് നടക്കുന്നുണ്ട്. ഈ അറ്റാക്കിങ് ഒക്കെ നടക്കുമ്പോൾ ബാങ്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാങ്ക് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അന്ന് അതുപോലെ തന്നെ നന്മയുണ്ട്. കാരണം ടെററിസം ആയിട്ടുള്ള ആളുകളൊക്കെ അതുപോലെ ഇവിടെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ബാങ്ക് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അവർ കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കാൻ നോക്കും. കാരണം അവർക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈസകളൊക്കെ കിട്ടില്ലല്ലോ ഒരു സ്ഥലത്തുനിന്നും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഗുണങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ടാക്സ് കംപ്ലീറ്റ് കറക്റ്റായിട്ട് പിടിക്കാം. ഒരു രൂപ എങ്ങനെ ചിലവാക്കുന്നുണ്ട് ഓരോരുത്തരെന്നൊക്കെ ഗവൺമെൻറ്റിന് ഓരോ മനുഷ്യരെ പറ്റി അറിയാൻ പറ്റും. നന്മയുണ്ട് തിന്മയുണ്ട്.